ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ രാജ്യം ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഔദ്യോഗിക വിജ്ഞാപനത്തിന് ശേഷം നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളും എന്തൊക്കെയാണ്, ഈ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ നിയമങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരായിരിക്കുക എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓരോ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഓരോ മണ്ഡലങ്ങളുടെയും ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിർത്തികളെ പുനർനിർണ്ണയിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 1950 തൊട്ട് ഇങ്ങോട്ട് ഓരോ സെൻസസ് നടക്കുമ്പോൾ ആ സെൻസസിന് ശേഷം ഈ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. 1980കളിലും 90കളിലും ഇത് നടന്നിട്ടില്ല. ഏറ്റവും അവസാനം നടന്നത് 2002 എന്ന് കാണാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ എന്തിനാണ് ഈ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നത്, എന്തിനാണ് ഈ ഡീലിമിറ്റേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലോക്സഭയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ എംപിമാരും അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഏറെക്കുറെ സെയിം ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരു എം പി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒട്ടും ആളുകളില്ലാത്ത ഒരു ഹില്ലി ഏരിയയിൽ നിന്നാണെന്ന് വിചാരിക്കാം. അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെറും 10,000 പേര് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അതേസമയം ഒരു ടൗൺ ഏരിയയിൽ നിന്ന് മറ്റൊരു എം പി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1,00,000 പേരുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഒരു വലിയ ഡിസ്പാരിറ്റി ഉണ്ട് എന്ന് കാണാം. സോ ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ഈ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളുടെയും ആളുകളുടെ എണ്ണം ഏറെക്കുറെ സെയിം ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അതിർത്തികളെ പുനർനിർണ്ണയിക്കുന്നത്. ആളുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ മണ്ഡലങ്ങൾ കാണാം, എന്നാൽ ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലെ മണ്ഡലങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ ഡീലിമിറ്റേഷൻ നടന്നത്. ലോക്സഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അവസാനത്തെ ഡീലിമിറ്റേഷൻ നടന്നത് 2002 2002 മുതൽ 2008 വരെ ഈ ഡീലിമിറ്റേഷൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു. 2008 അവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് എന്ന് കാണാം. ഇപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുകുന്ദപുരം, ഒറ്റപ്പാലം, മൂവാറ്റുപുഴ പോലെയുള്ള പല ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളും കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ 2009 തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഈ മുകുന്ദപുരവും ഒറ്റപ്പാലവും എല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവുകയും ആലത്തൂർ പോലെയുള്ള ചില പുതിയ മണ്ഡലങ്ങൾ നമ്മുടെ ഈ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മീഷനാണ് ഇവിടെ പഠനങ്ങൾ നടത്തി ഈ അതിർത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 16 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സോ ഈ ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ പബ്ലിക് അനൗൺസ്മെൻ്റ് ആണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ബോഡിയാണോ ആ ഒരു ഇലക്ഷനെ ഓവർസീ ചെയ്യുന്നത് അവരാണ് ഈ പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തുന്നത് എന്ന് കാണാം. സോ ലോക്സഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളുടെ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തെരഞ്ഞെടുപ്പ്, അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തുന്നതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇത്തരത്തിലുള്ളൊരു പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തിയത് എന്ന് കാണാം. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഇപ്പോൾ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും അത്തരം തെരഞ്ഞെടുപ്പുകളുടെ പബ്ലിക് അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ പബ്ലിക് അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഡേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നാണ് ആദ്യമായിട്ട് നോമിനേഷൻ കൊടുക്കേണ്ടത്, നോമിനേഷൻ്റെ സ്ക്രൂട്ടിനി നടത്തുന്ന ഡേറ്റ് എന്നാണ്, നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന ഡേറ്റ് എന്നാണ്, എത്ര ഘട്ടങ്ങളായിട്ടാണ് പോളിംഗ് നടത്തുന്നത്, ഈ ഓരോ പോളിംഗിൻ്റെയും ഡേറ്റുകൾ എന്നാണ് വോട്ടെണ്ണലും അതിൻ്റെ ഫലപ്രഖ്യാപനവും നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഡേറ്റുകളായിരിക്കും ഈ അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം ഡേറ്റുകളും കാര്യങ്ങളുമല്ല ഈ അനൗൺസ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ അനൗൺസ്മെൻറ്റ് നടത്തുന്ന ആ ഒരു നിമിഷം മുതൽ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കാര്യം നിലവിൽ വരികയാണ്. ഈ ഇലക്ഷൻ്റെ പബ്ലിക് അനൗൺസ്മെൻറ്റ് വരുന്നിടം മുതൽ ഈ ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം നടത്തുന്നിടം വരെ നമ്മുടെ രാജ്യത്ത് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്? ഇതൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടികൾക്കും കാൻഡിഡേറ്റ്സിനും എല്ലാം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ചില ഗൈഡ് ലൈൻസിനെയാണ്, ചില നിർദ്ദേശങ്ങളെയാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്.
പ്രധാനമായിട്ട് 2 ഉദ്ദേശങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന്, പ്രശ്നങ്ങളൊന്നും കൂടാതെ അല്ലെങ്കിൽ വ്യക്തികൾക്കിടയിലോ പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിലോ ഒന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഇനി രണ്ടാമത്തെ ലക്ഷ്യം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തണമെന്നാണ് എല്ലാവരുടെയും താല്പര്യം. സോ അതിന് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക, എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ഗോത ഒരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെയോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെയോ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവരുടെ പോളിസീസ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാത്രമേ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഇനി ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അയാളുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലും പേരിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇനി ഈ പ്രചരണം നടക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി പരമായിട്ടോ അല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ടോ റിലീജിയൻ പരമായിട്ടോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഡിവിഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പാർട്ടികളുടെയോ കാൻഡിഡേറ്റ്സിൻ്റെയോ അടുത്തുനിന്ന് വരാൻ പാടില്ല. ഇത്തരത്തിലുള്ള കുറേയധികം ചട്ടങ്ങളാണ് ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് കാണാം. ഇനി ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിയും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ആൾക്കാരുടെ വോട്ട് മേടിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാം. അല്ലെങ്കിൽ എല്ലാവരുടെയും ടാക്സ് വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പുതിയൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് മുന്നോട്ട് വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ്റിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിനെ തടയാനും ഈ MCC ഈ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പുതിയ പോളിസി ഡിസിഷൻസോ പുതിയ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രയർ അപ്രൂവൽ മേടിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ്റെ സമയത്ത് പബ്ലിക്കായിട്ടുള്ള സ്പേസ് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ അവൈലബിൾ ആയിരിക്കും. ഗവൺമെൻറ്റിൻ്റെ പാർട്ടിക്ക് മാത്രമേ അത് അവൈലബിൾ ആക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റിന് എടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് മെഷീനറിയോ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണവും ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ്റിലുള്ള അഡ്വാൻറ്റേജുകളെയൊക്കെ ഒഴിവാക്കി ഗവൺമെൻറ്റിന് മുകളിൽ ഒരു റെസ്ട്രിക്ഷനും കൊണ്ടുവരാൻ വേണ്ടി മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിനെയാണ് ഈ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. പക്ഷേ ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിന് ഒരു വലിയ ഡ്രോബാക്ക് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ കീഴിലല്ല ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് മുന്നോട്ട് വെക്കുന്നത്. കേവലം ഗൈഡ് ലൈൻസ് മാത്രമായിട്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഏതെങ്കിലും കാൻഡിഡേറ്റോ ഈ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഏതൊരു പൗരനും ആ ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ ഒരു പരാതിയായിട്ട് കൊണ്ടുവയ്ക്കാം. ഇതിനകത്ത് അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. പലതരത്തിലുള്ള നടപടികൾ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഒന്നെങ്കിൽ അവരുടെ ക്യാമ്പയിൻസ് റെസ്ട്രിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഒരു വാർണിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ മേലിൽ ഫൈനാൻഷ്യൽ പെനാൽറ്റികൾ ഏർപ്പെടുത്താം. ഇനി സീരിയസ് ആയിട്ടുള്ള ഒരു വയലേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത് എങ്കിൽ ആ ലംഘനം നടത്തിയ ആളുകളെ തെരഞ്ഞെടുപ്പിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വരെ ഇലക്ഷൻ കമ്മീഷന് സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയാൽ അതിനെതിരെ കോടതികളിൽ നമുക്കൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഒരു നിയമലംഘനമല്ല അവർ നടത്തിയിരിക്കുന്നത് എന്ന് കാണാം. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഭാഗമായിട്ട് IPCയിലെയും CRPCയിലെയും ഒക്കെ ചില വകുപ്പുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ലംഘനങ്ങൾ ആരെങ്കിലും നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോടതിയെ സമീപിക്കാം. അതല്ലാതെ പൊതുവായിട്ടുള്ള ചട്ടങ്ങളിൽ ഏതെങ്കിലും ലംഘനം നടത്തിയാൽ നമുക്കൊരു കേസ് നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇലക്ഷൻ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കാത്തത്. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് നോമിനേഷനാണ്. നോമിനേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ആളുകൾ അവരുടെ നാമനിർദ്ദേശ പത്രിക ആ ഓരോ മണ്ഡലത്തിലെയും ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ വരണാധികാരി എന്ന് പറയുന്നത്. സോ ഈ വരണാധികാരിയുടെ മുന്നിലാണ് ഇവർ ഈ നോമിനേഷൻ സമർപ്പിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ നോമിനേഷനിലെല്ലാം കൃത്യമായിട്ടുള്ള ഔട്ട്ലൈൻസ് നമ്മുടെ നിയമങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നോമിനേഷൻ, ഈ നോമിനേഷനിൽ ഇത്ര പേര് ഒരു സ്ഥാനാർത്ഥിയെ ബാക്ക് ചെയ്യണം, ഇത്ര പേര് ഒരു സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള പല ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്തതിന് ശേഷമാണ് ഈ നോമിനേഷൻ റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളും റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ നോമിനേഷൻ സമർപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇതിനോടൊപ്പം കുറച്ച് പണവും കൂടി അവിടെ കെട്ടിവെക്കണം. ഇതിനെയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കെട്ടിവെച്ച പണം എന്ന് പറയുന്നത്. സോ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൊണ്ട് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ട പണം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ജനറൽ കാൻഡിഡേറ്റുകളാണ് 25,000 രൂപ കൊടുക്കേണ്ടത്. SC ST കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള കാൻഡിഡേറ്റ്സ് 12,500 രൂപയാണ് ഇവിടെ കെട്ടിവെക്കേണ്ടത്. പക്ഷേ ഇതൊരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്. ഇത് വെറുതെ കൊടുക്കുകയല്ല, ഈ ഇലക്ഷന് ശേഷം ഇവർക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പണമാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ എല്ലാ ആളുകൾക്കും ഈ പണം തിരിച്ചു കിട്ടില്ല. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇലക്ഷന് ശേഷം പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ 1/6 കരസ്ഥമാക്കിയിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുകയുള്ളൂ. അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ ഈ പൈസ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരുപാട് വോട്ടൊന്നും കിട്ടാതെ തോറ്റുപോയ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച പണം നഷ്ടമായി എന്ന് പറയുന്നത്. അവരെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എന്താണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നും അത് തിരിച്ചു കിട്ടുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതിനെയാണ് സ്ക്രൂട്ടിനി അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. ഈ ഒരു കാൻഡിഡേറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു നോമിനേഷൻ സമർപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് ആ ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കില്ല. ഒരാൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ ഏത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒരാൾ മത്സരിക്കണമെങ്കിൽ ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അവർ കൃത്യമായിട്ട് പരിശോധിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 25 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണമെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഇലക്ട്രൽ റോളിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരിക്കണം, ഒരു വോട്ടർ ആയിരിക്കണം. അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മാക്സിമം 2 മണ്ഡലങ്ങളിലേ മത്സരിക്കാൻ പാടുള്ളൂ. 2-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരാൾ ഒരു കേസിൽ പ്രതിയായി 2 വർഷത്തിന് മേലെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 വർഷത്തിന് മേലെ അയാൾക്കൊരു ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ശിക്ഷാ കാലാവധിയിലോ അതിനുശേഷം വരുന്ന 6 വർഷമോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തുന്നതിനെയാണ് സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് നോക്കാം. ഈ ഘട്ടം എന്ന് പറയുന്നത് ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 8 കേരളത്തിൽ നടക്കുന്ന ജനറൽ ഇലക്ഷനിലെ ലാസ്റ്റ് ഡേറ്റ്, നോമിനേഷൻ പിൻവലിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് നമുക്ക് കാണാം. ആ ഡേറ്റിനുള്ളിൽ ഏതൊരു കാൻഡിഡേറ്റിനും അയാളുടെ നോമിനേഷൻ പിൻവലിച്ച് ഈ ഇലക്ഷനിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുന്നതാണ്. സോ അതിനും ശേഷം, അതായത് ഈ നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റും കൂടെ കഴിയുമ്പോഴാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും മുഴുവൻ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള പിക്ചർ വെളിവാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇലക്ഷൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു ഫേസാണ് ഇലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും റാലികളും മീറ്റിങ്ങുകളും അതുപോലെ തന്നെയുള്ള പ്രസംഗങ്ങളും അതുപോലെ നേരിട്ട് വോട്ടർമാരെ കണ്ടിട്ടുള്ള വോട്ട് അഭ്യർത്ഥന, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്ന വളരെ ആഘോഷപരമായിട്ടുള്ള ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പോഴും മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലനിൽക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഈ ക്യാമ്പയിന് മുകളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ മുഴുവൻ സമയങ്ങളിലും ഓരോ കാൻഡിഡേറ്റിനും ചെലവഴിക്കാൻ പറ്റുന്ന മാക്സിമം പണത്തിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചില സംസ്ഥാനങ്ങളിൽ ഒരു കാൻഡിഡേറ്റിന് മാക്സിമം 70 ലക്ഷം രൂപയും ചില വലിയ സംസ്ഥാനങ്ങളിൽ ഒരു കാൻഡിഡേറ്റിന് മാക്സിമം 95 ലക്ഷം രൂപയും ഒക്കെ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒബ്സർവർമാർ ഇത്തരത്തിലുള്ള ഒബ്സർവേഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി അതിനുശേഷം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ നിശബ്ദ പ്രചരണം അല്ലെങ്കിൽ സൈലൻറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇലക്ഷനിൽ ഓരോ സ്റ്റേജിലും പോളിംഗ് നടക്കുന്ന അല്ലെങ്കിൽ പോളിംഗ് അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. അതിന് 48 മണിക്കൂറുകൾക്ക് മുന്നേ പരസ്യ പ്രചരണം അവസാനിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 24 വൈകുന്നേരം 5 മണിക്ക് ശേഷം പരസ്യ പ്രചരണം അല്ലെങ്കിൽ ഈ പബ്ലിക് ആയിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ പരസ്യ പ്രചരണം നടക്കാത്തത് കൊണ്ടാണ് നമ്മളിതിനെ നിശബ്ദ പ്രചരണം അല്ലെങ്കിൽ സൈലൻറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് പതിയെ നമ്മൾ മറ്റൊരു സംഭവം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ കലാശക്കൊട്ട് അല്ലെങ്കിൽ കൊട്ടിക്കലാശം എന്നൊക്കെ പറയുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂറിന് മുന്നേ പരസ്യ പ്രചരണം അവസാനിപ്പിക്കുമ്പോൾ അത്രയും കാലവും ആഘോഷമായിട്ട് കൊണ്ടുവരുന്ന ഒരു ക്യാമ്പയിനെ വലിയ ആഘോഷമാക്കി തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാൻഡിഡേറ്റ്സും ശ്രമിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ കൊട്ടിക്കലാശം അല്ലെങ്കിൽ കലാശക്കൊട്ട എന്ന് പറയുന്നത്. വളരെ ആഘോഷമായിട്ടുള്ള രീതിയിൽ ആ പ്രചരണം അങ്ങോട്ട് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൻ്റെ ഭാഗമല്ല, അത് പതിയെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം.
പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ പോളിംഗ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു നിശബ്ദ പ്രചരണം അല്ലെങ്കിൽ സൈലൻറ്റ് ക്യാമ്പയിൻ്റെ ദിവസമാണെങ്കിലും ആ ദിവസമാണ് ഈ ഇലക്ഷൻ ഓഫീസർമാർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത്. ഓരോ പോളിംഗ് ബൂത്തിലേക്കും 4-5 ഓഫീസർമാർ വെച്ച് വരും. അവരുടെ കയ്യിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും ഉണ്ടാവും. അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരും അല്ലെങ്കിൽ മറ്റ് ഫോഴ്സിലെ ആളുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഓഫീസർമാർ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് സാമഗ്രികളും കളക്ട് ചെയ്ത് അവരുടെ ബൂത്തുകളിലേക്ക് പോയി പോളിംഗിന് വേണ്ടി ആ ബൂത്തിനെ സജ്ജീകരിച്ച് എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നത് ഈ പോളിംഗിൻ്റെ തലേദിവസമായിട്ടുള്ള ഈ സൈലൻറ്റ് ക്യാമ്പയിൻ്റെ ദിവസമാണ് എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയുക. അങ്ങനെ പോളിംഗിന് വേണ്ടി എല്ലാവരും സജ്ജരാവുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഇലക്ഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനെയാണ് പോളിംഗ് ഡേ എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ള ഇലക്ട്രൽ റോളുകളിൽ പേരുള്ള എല്ലാ ആളുകൾക്കും അവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പോളിംഗ് ബൂത്തുകളിൽ പോകാനും വോട്ട് ചെയ്യാനുമുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. വോട്ടവകാശം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ഒരു അവകാശമാണ്, നമ്മുടെ ഭരണഘടന നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു അവകാശമാണ് എന്ന് തിരിച്ചറിയുക. അങ്ങനെ ആ ഒരു സമ്മതിദാന അവകാശം എല്ലാവരും വിനിയോഗിക്കുന്ന ദിവസമാണ് ഈ പോളിംഗ് ഡേ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ആളുകൾക്കും അവരുടെ ഡെസിഗ്നേറ്റഡ് പോളിംഗ് ബൂത്തിൽ പോയി നേരിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റൽ ബാലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അവർക്ക് അവരുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ ബാലറ്റ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും. പല കാറ്റഗറിയിലുള്ള വോട്ടേഴ്സിന് വേണ്ടിയിട്ട് ഈ പോസ്റ്റൽ ബാലറ്റ് സംവിധാനമുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി വോട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സർവീസ് വോട്ടേഴ്സ് ഉണ്ട്, ആംഡ് ഫോഴ്സസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, അവർ വേറെ ഏതെങ്കിലും ബൂത്തിൽ പോയിട്ടായിരിക്കും ഇലക്ഷൻ ഓഫീസർമാർ അവരുടെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് പോയി വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കലിലിരിക്കുന്ന ആളുകളുണ്ട്. സോ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് സംവിധാനമുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ പല രീതിയിൽ ഈ പോളിംഗ് ഡേയിൽ ആളുകൾ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പോളിംഗ് അവസാനിച്ചതിന് ശേഷം ഈ പോളിംഗിൻ്റെ ഭാഗമായിട്ടുള്ള ചിലപ്പോൾ വോട്ടിംഗ് മെഷീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പേപ്പർ ബാലറ്റുകളായിരിക്കാം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് സംരക്ഷിതമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനം, മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഘോഷമായിട്ടുള്ള ദിവസം കടന്നു വരുന്നത്, അത് വോട്ടെണ്ണൽ ദിവസമാണ്. ഇപ്പോൾ 2024 ജനറൽ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത് ജൂൺ മാസം 4-ാം തീയതിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ വോട്ടെണ്ണലിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞുള്ള രീതിയിൽ സ്ട്രോങ് റൂം എവിടെയാണ്, അവിടുത്തെ സുരക്ഷ എങ്ങനെയാണ്, രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത്, ഓരോ വോട്ടിംഗ് മെഷീനും എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, എത്ര ടേബിളുകളിലാണ് വോട്ട് എണ്ണുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വളരെ ആഘോഷമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ കൗണ്ടിങ് ഓഫീസേഴ്സ് ഉണ്ടാവും. കൗണ്ടിങ് ഓഫീസേഴ്സ് അവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള മെഷീനുകളുടെ വോട്ടുകൾ കൗണ്ട് ചെയ്യുകയും ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ടുകളാണ്, ഓരോ മണ്ഡലത്തിലും എത്ര വോട്ടുകളാണ് കിട്ടിയത് എന്നുള്ള കാര്യം അവസാനം ഫൈനലൈസ് ചെയ്യുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഓരോ മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ആരാണോ അയാൾ ആ മണ്ഡലത്തിലെ വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ റീകൗണ്ടിങ്ങുകൾ നടത്താറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ അവസാനം വിജയിയായിട്ട് പ്രഖ്യാപിക്കും. ഇത്തരത്തിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആൾക്ക് ആ മണ്ഡലത്തിൻ്റെ വരണാധികാരി അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ് ഒരു കാൻഡിഡേറ്റ് ഏത് സഭയിലേക്കാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടുത്തെ ബന്ധപ്പെട്ട ഓഫീസേഴ്സിന് പിന്നീട് കൈമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് മനസ്സിലാക്കുക. പക്ഷേ ഇവിടം കൊണ്ടും ഈ ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. ഈ ഫലം വന്ന് റിസൾട്ട് വന്ന് 30 ദിവസത്തിനുള്ളിൽ ഈ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അവരുടെ വരവ് ചെലവ് കണക്ക് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ സമർപ്പിക്കണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓരോ കാൻഡിഡേറ്റ്സിനും ഇവിടെ ചിലവാക്കാൻ പറ്റുന്ന തുകയ്ക്ക് ഒരു ക്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ആ തുകയ്ക്കുള്ളിലാണ് തങ്ങളുടെ ചിലവുകൾ വന്നത് എന്നുള്ളൊരു അഫിഡവിറ്റാണ് അവരിവിടെ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ കാൻഡിഡേറ്റ്സും കൃത്യമായിട്ട് ഈ കണക്കുകൾ സമർപ്പിച്ചില്ല എങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വരെ ഇലക്ഷൻ കമ്മീഷന് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ്, ഈ അക്കൗണ്ട്സ് സമർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. പക്ഷേ ഇവിടെ പലർക്കും സംശയം തോന്നും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് 95 ലക്ഷം രൂപയാണെന്ന് ഞാൻ പറയുമ്പോഴും നമ്മുടെ പല സ്ഥാനാർത്ഥികളും ഇതിനേക്കാൾ ഒരുപാട് തുക ചെലവഴിക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം ആളുകൾ മുന്നോട്ട് വെക്കും. ഇവിടെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓരോ കാൻഡിഡേറ്റിനും പ്രൈവറ്റായിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന തുകയാണ് ഈ 95 ലക്ഷം എന്ന് പറയുന്നത്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും
എത്ര തുക ചെലവഴിക്കാമെന്നതിന് യാതൊരു ലിമിറ്റുമില്ല. പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് എത്ര തുക വേണമെങ്കിലും ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ചിലവാക്കാം. അതുപോലെ തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്യാമ്പയിനേഴ്സ് ഉണ്ട്. അവരുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിലവുകളൊന്നും ഈ പറഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റിൻ്റെ മുകളിലേക്ക് വരുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസും ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പലരും ഒരുപാട് തുക ചെലവഴിക്കുന്നത് കാണുന്നത്. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഒരു കാൻഡിഡേറ്റ് 95 ലക്ഷം രൂപയാണ് മാക്സിമം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും നേരവും പറഞ്ഞത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ആ ഒരു നിയമപ്രകാരമാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രക്രിയകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനകത്ത് നിയമപരമായി പറഞ്ഞിട്ടുള്ള ഓരോ പ്രോസസ്സുകളെയും കുറിച്ചാണ്. എന്നാൽ ഈ ആക്റ്റിൽ പറയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മുടെ മീഡിയ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് കാണാം. ആ 2 കാര്യങ്ങളാണ് പ്രീ പോൾ സർവേ, അതുപോലെ തന്നെ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്, എന്താണ് ഈ പ്രീ പോളും എക്സിറ്റ് പോളും എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രീ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ നടത്തുന്ന സർവേകളെയാണ് ഈ പ്രീ പോൾ സർവേകൾ എന്ന് പറയുന്നത്. അതിനെ ഒപ്പീനിയൻ പോൾസ്, അഭിപ്രായ സർവേകൾ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രീ പോൾ സർവേസും പുറത്തു വരുന്നുണ്ട്. ഈ ഇലക്ഷനെ ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള ആളുകളുടെ അഭിപ്രായമാണ് ഈ പ്രീ പോൾ സർവേയിലൂടെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, രാജ്യത്ത് പ്രധാനമന്ത്രിയായി വരാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ്? അതുപോലെ തന്നെ അടുത്തിടെയുള്ള വിഷയങ്ങൾ, ഈ രാമക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം പോലെയുള്ള വിഷയങ്ങൾ ഈ ഇലക്ഷനിൽ എത്രത്തോളം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? കേരള സർക്കാർ ഈ അടുത്തിടെ നടത്തിയിട്ടുള്ള ലോക കേരള സഭ എന്ന് പറയുന്ന വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്? സോ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള അല്ലാതെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പിന് മുന്നേ ചോദിച്ച് ആ ഒരു സർവേ നടത്തുന്നതിനെയാണ് പ്രീ പോൾ സർവേ എന്ന് പറയുന്നത്. പക്ഷേ പ്രീ പോൾ സർവേയേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവേ എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ സർവേ ആണ്. ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പോളിംഗ് ബൂത്തിൽ നിന്നും എക്സിറ്റായി വരുന്ന ആൾ, വോട്ട് ചെയ്തിട്ട് പോളിംഗ് ബൂത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആളോട് ഒരു ചോദ്യം ചോദിച്ച് അങ്ങനെയുള്ള ഒരു സർവേ നടത്തുന്നതിനെയാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. എക്സിറ്റ് പോളിൽ പ്രധാനമായിട്ടും ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ, നിങ്ങൾ ഏത് കാൻഡിഡേറ്റിനാണ് വോട്ട് ചെയ്തത് എന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പറയുന്ന ഉത്തരത്തിൽ നിന്നും ആ ഒരു മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ പോകുന്നത്, രണ്ടാമത് വരുന്ന സ്ഥാനാർത്ഥി ആരാണ്, മൂന്നാമത് വരുന്ന സ്ഥാനാർത്ഥി ആരാണ്, ഇവർക്ക് എത്രയൊക്കെ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു റിസൾട്ട് പുറത്തുവിടുന്നതിനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ 1ാം ഘട്ട പോളിംഗ് കഴിഞ്ഞിട്ട് 2ാം ഘട്ട പോളിംഗ് ആണല്ലോ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ 2ാം ഘട്ട പോളിംഗ് നടക്കുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് ഫേസ് ഓഫ് പോളിംഗിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ പാർട്ടിയാണ് ജയിക്കാൻ പോകുന്നത്, ഏത് പാർട്ടിക്കാണ് കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നുള്ളൊരു എക്സിറ്റ് പോൾ റിസൾട്ട് നമ്മുടെ മീഡിയ പുറത്തു വിടുകയാണെങ്കിൽ പിന്നെ വരുന്ന എല്ലാ ഫേസ് ഓഫ് പോളിങ്ങിനെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആൾക്കാർ ഓൾറെഡി വിചാരിക്കുകയാണ് ഇന്ന പാർട്ടിയാണ് ജയിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ആ പോളിംഗ് ഒക്കെ അട്ടിമറിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ കണ്ടക്ട് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാണാം. ഈ എക്സിറ്റ് പോൾ സർവേ നടത്തണമെങ്കിൽ ഓരോ ഫേസ് ഓഫ് പോളിംഗ് കഴിയുമ്പോൾ എക്സിറ്റ് പോൾ സർവേ നടത്താം. പക്ഷേ ആ പോളിംഗ് ക്ലോസ് ചെയ്ത്, അതായത് അവസാനത്തെ വോട്ടെടുപ്പും കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം മാത്രമേ ആളുകളോട് ഇത്തരം ചോദ്യം ചോദിച്ച് സർവേ നടത്താൻ ഈ സർവേ നടത്തുന്ന ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. അതാണ് 1ാമത്തെ റെസ്ട്രിക്ഷൻ. ഇനി 2ാമത്തെ റെസ്ട്രിക്ഷൻ എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടുകൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എത്ര ഫേസിലാണോ ഈ ഇലക്ഷൻ നടക്കുന്നത് ആ എല്ലാ ഫേസുകളും കഴിഞ്ഞ് അവസാനത്തെ ഫേസിൻ്റെ പോളിംഗും ക്ലോസ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം മാത്രമേ നമ്മുടെ മീഡിയയ്ക്ക് ഈ എക്സിറ്റ് പോളിൻ്റെ ഫലങ്ങൾ പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പോളിംഗ് നടക്കുന്ന സമയത്ത് യാതൊരു തരത്തിലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഇലക്ഷൻ നടന്നാലും അതിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മുടെ മീഡിയ പുറത്തുവിടുന്നത് ആ ഇലക്ഷൻ്റെ അവസാന ഫേസിൻ്റെയും പോളിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ എക്സിറ്റ് പോളിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് എന്ന് കാണാം. എന്നാൽ മറ്റ് പല റെസ്ട്രിക്ഷൻസും ഈ എക്സിറ്റ് പോളിന് പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ സർവീസ് നടത്തുന്ന ആളുകൾ ഇലക്ഷൻ കമ്മീഷനിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. മാത്രമല്ല എക്സിറ്റ് പോൾ ഫലങ്ങൾ ചാനലുകളോ അല്ലെങ്കിൽ മീഡിയ പുറത്തു വിട്ട് കഴിയുമ്പോൾ അവരുടെ സാമ്പിൾ സൈസ്, എത്ര പേരുടെ അടുത്താണ് ഈ സർവേ നടത്തിയത്, ആ സർവേക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, ഈ സർവേയിൽ വരാൻ സാധ്യതയുള്ള എററിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പുറത്തു വിട്ടുകൊണ്ട് എക്സിറ്റ് പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിപ്പോൾ നടക്കാൻ പോകുന്ന 2024 പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ പറയുന്ന പ്രകാരം, നിയമപ്രകാരം നമ്മുടെ രാജ്യത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓരോ സ്റ്റേജുകളും എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.